നമസ്കാരം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ജീവിതത്തിൽ പല നിർണായക മാറ്റങ്ങൾക്കും തുടക്കമാകുന്ന ആഴ്ചയാണ്. ശുക്രൻ്റെ അനുഗ്രഹവും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും ചേർന്ന് ചില മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ തുലാം രാശിക്കാർക്ക് ഈ വാരം സമ്മാനിക്കും. ചില കാര്യങ്ങളിൽ വിവേകവും ക്ഷമയും ഈ വാരം കന്നിരാശിക്കാർക്ക് ആവശ്യമായി വരും. ഈ ആഴ്ച തൊഴിൽ, ധനം, കുടുംബം, ദാമ്പത്യം, പ്രണയം, ആരോഗ്യം, വിദ്യാർത്ഥികൾ, ബിസിനസ്, യാത്ര, ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വഴിപാട് എന്നിവയെല്ലാം വിശദമായി നമുക്ക് നോക്കാം. ജോലി ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാൻ തുലാം രാശിക്കാർക്ക് ഈ വാരം കഴിയും. ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന ഒരു വാരമായിരിക്കും. ജോലിസ്ഥലത്ത് ചില അസൂയയും മത്സരവും ഈ വാരം നിങ്ങൾക്ക് അനുഭവപ്പെടാം. എന്നാൽ അതിനെ ശാന്തമായി കൈകാര്യം ചെയ്താൽ വിജയം കന്നിരാശിക്കാരുടേതായിരിക്കും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ ഈ വാരം സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഇടപാടുകളും പുതിയ ഉപഭോക്താക്കളും ഈ വാരം ലഭിക്കാം. പഴയ കുടിശ്ശികയിൽ ചിലത് തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാമെങ്കിലും സംസാരത്തിലൂടെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ രേഖകളും നിങ്ങൾ പരിശോധിക്കണം. സാമ്പത്തികമായി ഈ ആഴ്ച ശരാശരിയേക്കാൾ മികച്ചതാണ്. വരുമാനം വർദ്ധിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും. എന്നാൽ അവ അനാവശ്യ ചെലവുകളും വർദ്ധിക്കാൻ ഈ വാരം സാധ്യതയുണ്ട്. സ്വർണം, ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഈ വാരം നിങ്ങൾ ആലോചിച്ച് മാത്രം എടുക്കേണ്ടതാണ്. കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഈ വാരം ശ്രദ്ധ വേണം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഈ വാരം നിങ്ങൾക്ക് നിലനിൽക്കും. വീട്ടിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് ബന്ധം കൂടുതൽ ശക്തമാക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും അത് വേഗം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത പങ്കാളിമാരുടെ പിന്തുണ നിങ്ങൾക്ക് ഈ വാരം കൂടുതലായി ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന ഒരു വാരമാണ്. തെറ്റിദ്ധാരണകൾ മാറ്റി തുറന്ന് സംസാരിച്ചാൽ ബന്ധം കൂടുതൽ മനോഹരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബങ്ങളുടെ പിന്തുണ ലഭിക്കാൻ ഈ വാരം സാധ്യതയുണ്ട്. പഠനത്തിൽ ഈ വാരം നിങ്ങൾക്ക് ശ്രദ്ധ വർദ്ധിക്കും. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ സമയമാണ്. അധ്യാപകരുടെ സഹായം ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലും സോഷ്യൽ മീഡിയയിലും സമയം പാഴാക്കാതെ പഠിക്കുക. സ്ഥിരമായ പഠനക്രമം വിദ്യാർത്ഥികൾ പിന്തുടരേണ്ടതാണ്. ആരോഗ്യവും പൊതുവെ ഈ വാരം നല്ലതായിരിക്കും. എന്നാൽ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഈ വാരം നിങ്ങൾ ഒഴിവാക്കണം. വെള്ളം കുടിക്കുകയും സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഈ വാരം നിങ്ങൾ ചെയ്യേണ്ടതാണ്. യോഗയും ചെറിയ വ്യായാമങ്ങളും ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണം ചെയ്യും. ജോലി സംബന്ധമായ ചെറിയ യാത്രകൾ ഈ വാരം നിങ്ങൾക്ക് അനുഭവപ്പെടാം. ചിലർ കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിലോ ബന്ധുവീട്ടിലേക്കോ പോകാനുള്ള അവസരവും നിങ്ങൾക്ക് ഈ വാരം വന്നു ചേരാം.
ഈ ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എടുത്തുചാടിയ തീരുമാനങ്ങൾ ഈ വാരം എടുക്കരുത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പണം നിക്ഷേപിക്കരുത്. കോപം നിയന്ത്രിക്കണം. കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകണം. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഈ ആഴ്ചയിലെ വഴിപാട്: വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുക. സാധ്യമെങ്കിൽ വെള്ളത്താമരയോ വെളുത്ത പുഷ്പങ്ങളോ സമർപ്പിക്കുക. ദരിദ്രർക്ക് അന്നദാനം ചെയ്യുന്നതും ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ ശുഭകരമായി കാണുന്നു. ഈ ആഴ്ചയിലെ മന്ത്രം: ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം രാവിലെ 21 പ്രാവശ്യം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും ഐശ്വര്യചിന്തയ്ക്കും സഹായകരമാണെന്ന് കാണുന്നു. ഭാഗ്യനിറം വെളുപ്പ്. ഭാഗ്യസംഖ്യ 6. ഈ വാരം തുലാം രാശിക്കാർക്ക് അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരുമിച്ച് ലഭിക്കാവുന്ന വാരമാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും തുലാം രാശിക്കാർ മുന്നോട്ട് പോയാൽ തൊഴിൽ, ധനം, കുടുംബം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ശുഭചിന്തയും കഠിനാധ്വാനവും കൈവിടാതെ തുലാം രാശിക്കാർ മുന്നോട്ട് പോകുക. ഈ ആഴ്ച ഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും അഭിപ്രായവും കമൻറ്റിൽ അറിയിക്കൂ. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരാഴ്ച ആശംസിക്കുന്നു. നന്ദി.